ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. സമൂഹത്തിൽ നിന്നും ക്ലാസ് മുറികളിലേക്ക് എല്ലാ കുട്ടികൾക്കും കേൾവി സംരക്ഷണം എന്ന സന്ദേശവുമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ലോക കേൾവി ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് മജീഷ്യൻ RK മലയത്ത് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ പിച്ചിൽ എങ്ങനെ തുടങ്ങണം, നിങ്ങൾക്ക് ആവശ്യമുള്ള പിച്ച് അങ്ങോട്ട് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ കേൾവി ആനന്ദിക്കുകയാണ് വേണ്ടത്, ആനന്ദത്തോടു കൂടി നമ്മൾ കേൾക്കുകയാണ് വേണ്ടത്. നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണുള്ളത്, പഞ്ചേന്ദ്രിയങ്ങൾ. അതിൽ 5 പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണാണ്. നമുക്ക് ലഭിക്കുന്ന അറിവുകൾ 65% അറിവുകൾ ലഭിക്കുന്നതും കാഴ്ചയിലൂടെയാണ്. ബാക്കി 20-25% അറിവുകൾ ലഭിക്കുന്നത് ചെവിയിലൂടെയാണ്. ബാക്കിയുള്ളതൊക്കെ ചെറിയ ചെറിയ പെർസെൻറ്റേജിലൂടെ നാക്ക്, അതുപോലെ തന്നെ തൊലി, മൂക്ക് എന്ന രീതിയിൽ പോകുന്നു. അപ്പോൾ കാഴ്ചയിലൂടെയുള്ള അറിവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കണം, അല്ലെങ്കിൽ കാണണം. ഇവിടേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരു ദുരന്തമായിട്ടുള്ള ഒരു കാഴ്ചയുടെ കാണുകയാണ്. ഒരു രോഗിയെ കൊണ്ടുവരുന്നു, ഒരു ആക്സിഡന്റ് പെട്ട ഒരു രോഗിയാണ്. അയ്യോ, ഇത് കാണാൻ വയ്യ, നമുക്ക് കണ്ണ് പൊത്താം അല്ലെങ്കിൽ തിരിഞ്ഞു നടക്കാം. പക്ഷേ നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ഒരു ബൈക്കിലൂടെ ഒരു അനൗൺസ്മെന്റ് കേൾക്കുകയാണ്. നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? നിർബന്ധമായിട്ടും നമ്മൾ കേൾക്കാൻ നിർബന്ധിതരാകുന്നു. അങ്ങനെ നമ്മുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ആ ശബ്ദം ചെയ്യുന്നത്. അത് ചെറിയ ശബ്ദമാണോ? ഒട്ടുമല്ല. ആ ശബ്ദത്തിന്റെ അളവൊന്ന് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ കണക്കിൽ, ഡോക്ടർമാരുടെ കണക്കിൽ ഡെസിബിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 80-85 ഡെസിബിൾ കാണും. നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഡെസിബിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 60 ഡെസിബിളാണ്. അപ്പോൾ ഞാൻ തുടങ്ങിയത് 60 ഡെസിബിൾ ആയിരുന്നു. അതുകൊണ്ട് പിന്നിലുള്ളവർക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഡെസിബിൾ ഒന്ന് കൂട്ടി. അങ്ങനെ ഈ ശബ്ദം എന്ന് പറയുന്നത് നമ്മൾ ആനന്ദത്തോടു കൂടി അനുഭവിക്കേണ്ട ഒന്നാണ്. ജില്ലാശുപത്രി സൂപ്രണ്ട് ഡോക്ടർ A. ഷിബുലാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. RMO ഡോക്ടർ AP അബ്ദുൽ നിസാർ സ്വാഗതം പറഞ്ഞു. കുട്ടികളിലെ കേൾവി സംരക്ഷണം ഓരോ കുട്ടിയുടെയും അവകാശമാണെന്നും അത് ഉറപ്പുവരുത്തുവാൻ സമൂഹം ജാഗ്രത പാലിക്കണമെന്നും ചടങ്ങിൽ സംസാരിച്ചവർ വ്യക്തമാക്കി. കേൾവി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ENT കൺസൾട്ടന്റുമാരായ ഡോക്ടർ റഫീഖ് അലി, ഡോക്ടർ PK അബ്ദുൽ ജലീൽ, ഓഡിയോളജിസ്റ്റ് ആര്യ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ചടങ്ങിൽ U. നരേന്ദ്രൻ, BRC ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ M. മനോജ് കുമാർ, CK സഫറുള്ള എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ആരോഗ്യവകുപ്പിന്റെയും ആരോഗ്യ കേരളത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.